2006 ലാസ്റ്റ് ഫോർഡ് ഫിയസ്റ്റ പെട്രോളാണ്. മൈലേജ് എന്ത് കിട്ടും? മൈലേജ് 12-13 ആ റേഞ്ച്. എത്ര ചോദിക്കുന്നേ? നമുക്ക് 1,90,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 1,90,000. 2006 വാഗണർ LXi AC പവർ സ്റ്റിയറിങ്. 2026 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 2006 സ്വിഫ്റ്റ് VXi AC പവർ സ്റ്റിയറിങ് 4 ഡോർ പവർ വിൻഡോ. 2001 സെന്ന് LX 27 വരെ പേപ്പറുണ്ട്. നമുക്ക് റെയിൻ ഗാർഡ് അങ്ങനെ അക്സസറീസ് എല്ലാം കൂടെ ചെയ്ത് കൊടുക്കാം. 5,000 രൂപയുടെ അക്സസറീസ് ഇതിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് LMS ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലമ്പലം യൂസ്ഡ് കാസിനകത്താണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഇന്നത്തെ ഇവിടുത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിങ് സെയിൽ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വീഡിയോകളിൽ ചോദിച്ചിട്ടുള്ള വണ്ടികളും പഴയത് കിടപ്പുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് ഇട്ട് കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അങ്ങനെ എടുത്ത് പറഞ്ഞേക്കണം. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഇട്ടാണ് ഇത്തവണ കൊടുക്കുന്നത്. ഇയർ എൻഡിങ് സെയിലായിട്ട് അങ്ങ് നടത്തുകയാണ്. ഒരു ധമാക്ക കച്ചവട രീതിയാണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ രീതിയിൽ നല്ല വില കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇട്ടേക്കുന്നത്. 55,000 രൂപ മുതലാണ് വണ്ടികൾ കിടക്കുന്നത് കേട്ടോ. അതിൽ ഈ 55,000 രൂപയുടെ ഒരു സെന്നാണ്. വർഷം ഞാൻ മറന്നുപോയി, എന്നോട് പറഞ്ഞായിരുന്നു, മറന്നുപോയി. അത് പിന്നെ 50,000 രൂപയ്ക്ക് സെന്നൊന്നും ചോദിക്കുകയാണെങ്കിൽ അതിനകത്തൊരു പ്രധാന കാര്യം പറഞ്ഞാൽ കാർബേറ്റർ വണ്ടിയാണ്. കാർബേറ്ററിൻ്റെ ഭാഗങ്ങളെല്ലാം മാറി പുതിയത് വെച്ച് വൃത്തിയാക്കി കൊടുത്തേക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വന്ന് എടുക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് എത്രയായാലും യൂസ്ഡ് ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒരു നല്ല മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരികയും വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. നമുക്കിവിടെയുള്ള വണ്ടികളുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നൊക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 2013 XUV W8 1,35,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ടയറെല്ലാം പുതിയതാണ്. റീപ്ലേസ്മെൻറ്റ് ഇത് ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. ഇത് വേരിയൻ്റ് ഏതായിട്ട് വരും? W8 എന്ന് പറയുമ്പം മിഡിലാണോ ടോപ്പാണോ? ഏറ്റവും ടോപ്പിൻ്റെ തൊട്ട് താഴെയാണ്. ഇത് മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് 14-15 മൈലേജ് കിട്ടും. ആ റേഞ്ചുണ്ട്. ഡീസലാ? ഡീസൽ. അപ്പോൾ ഈ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാം മാറിയിട്ടുണ്ട്. വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. റീപെയിൻറ്റ് കയറിയിട്ടുണ്ട് ഇല്ലേട്ടാ? റീപെയിന്റ് അങ്ങനെ വലുതായിട്ടൊന്നും കയറിയിട്ടില്ല. ഇല്ല, ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അത് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ ഉള്ളത് അല്ലേ? ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നേ? ഇത് 5 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 5 ലക്ഷം. ഇറങ്ങിയപ്പോൾ എന്തോ ഉണ്ടായിരുന്നാണ്? ഇറങ്ങിയപ്പോൾ 10-ന് മേലുണ്ട്. അപ്പം അത് 14 രൂപ ഉണ്ട്. 2013 സ്വിഫ്റ്റ് VDI 1,13,000 കിലോമീറ്റർ. VDI എന്ന് പറയുമ്പോൾ ഡീസൽ. AC പവർ സ്റ്റിയറിങ് 4 ഡോർ പവർ വിൻഡോ. AC പവർ സ്റ്റിയറിങ് 4 ഡോർ പവർ വിൻഡോ. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ച് രണ്ടാ ചെയ്തതാണ്. വണ്ടിക്കകമൊക്കെ വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി വൃത്തിയാണ്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 3,20 കൊടുക്കാം. 3,20. ലാസ്റ്റ് പ്രൈസ് ഒന്നും അല്ലല്ലോ? ലാസ്റ്റ് പ്രൈസ് ആണ്. കാരണം നമ്മളെ പഴയ സ്റ്റോക്ക് കിടക്കുന്നതും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഓ, അങ്ങനെ ചെയ്യാം. 2.5-2.25 ലോൺ ചെയ്ത് കൊടുക്കാം. ടയർ ആവറേജ് ടയേഴ്സും ഉണ്ട്. പിന്നെ ഈ നമുക്ക് എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി എന്ത് പറഞ്ഞാലും എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ചെറിയ വിലപേശ് വരും. 2017 ആൾട്ടോ 800 LXi സിംഗിൾ ഓണർ 53,000 കിലോമീറ്റർ. 53 ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്? ജെനുവിൻ കിലോമീറ്റർ ആണ്. ടയറൊക്കെ പുതിയതാണ്. വണ്ടിക്കകവും അത്യാവശ്യം മോശമൊന്നുമല്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ് അല്ലേ? 2 ഡോർ പവർ വിൻഡോ. ഓക്കെ, റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയറൊക്കെ ആവറേജ് ടയേഴ്സ് ഒക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 2.65 കൊടുക്കാം. ഏകദേശം ഒരു 2.40 ഫൈനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 2009 ഫോർഡ്
TDCI ഡീസലാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്തോ ഓടിയിട്ടുണ്ട്? 2029 വരെ പേപ്പറുണ്ട്, 1,00,000 കിലോമീറ്റർ. തികച്ച് 1,00,000. 1,00,000 2,000 കൊണ്ടായി. അപ്പം ടൈമിംഗ് ചെയിൻ എങ്ങനെയാണ്? മാറിയിട്ടുണ്ട്. മാറി. വണ്ടിക്ക് ഇത് മൈലേജ് എന്താണ്? 20 മേലിൽ കിട്ടും. 20 മേളിലുണ്ട്. വണ്ടി കാണാനൊക്കെ ഉള്ള നല്ല സീറ്റ് കവറും ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഏത് വർഷമാണെന്ന് പറഞ്ഞത്? 2009. 2029 വരെ പേപ്പറുണ്ട്. പക്ഷേ തുരുമ്പൊന്നുമില്ല. വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആ രീതിയിലൊക്കെ വണ്ടി വൃത്തി തന്നെയാണ്. ഇപ്പം ഡോറിൻ്റെ ഭാഗം നോക്കിയാൽ ആ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇവിടെ ഒന്നും തുരുമ്പ് ഊട്ട അങ്ങനെയുള്ളതൊന്നുമില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 90 രൂപയ്ക്ക് കൊടുക്കാം. വെറും 90 രൂപ. തൂത്തുവാരി വിറ്റ് തീർക്കുക എന്നുള്ളത് ആ രീതിയാണല്ലേ? മാർച്ചല്ലേ, ഇപ്പം എല്ലാം പുതിയ സ്റ്റോക്ക് കയറ്റാന്നുള്ളത്. ഓ അങ്ങനെ. ഓക്കെ. ഇയർ എൻഡിങ് സെയിൽ. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. വണ്ടി ഫാൻസി നമ്പറാണ്, സിംഗിൾ ഓണറാണ്. 2011 ആൾട്ടോ LXi, AC പവർ സ്റ്റിയറിംഗ്, 83,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. ടയറൊക്കെ പുതിയതാണ്, വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു ഇതെല്ലാം ഫിറ്റിങ്സും ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. വണ്ടിക്കകം നോക്കുവാണെങ്കിലും വൃത്തിയായിട്ടൊക്കെ തന്നെ കിടക്കുന്നത്. ഇത് ബേസ് വേരിയൻ്റ് ആണോ? അല്ലല്ല, AC പവർ സ്റ്റിയറിംഗ് ആണ്. അത് മാത്രമേ ഉള്ളൂ. അന്നത്തെ ഫുൾ ഓപ്ഷനാണിത്. പിന്നെ ക്ലച്ച് പുതിയതാണ്. പുതിയ ക്ലച്ചാണ്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് ലാസ്റ്റ് 135 കൊടുക്കാം. റീപെയിൻ്റ് എല്ലാം കയറിയിട്ടുണ്ടോ? ഇല്ല, ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലേ ഉള്ളൂ. ഓക്കെ. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വണ്ടിക്ക് വൃത്തിയുണ്ട്, ഓടിക്കാനും നല്ല, മെക്കാനിക്കലി വേറെ പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് ആണോ പറയുന്നത് ഇതിൻ്റെ? 35. കാരണം ക്ലച്ചൊക്കെ പുതിയത് മാറി, മെക്കാനിക്കലി പണികളെല്ലാം തീർത്ത്. അതുകൊണ്ട് 10-12 രൂപ ഇപ്പം മുടക്കിയായിരുന്നു. ഇനി എടുക്കുന്നവർക്ക് വേറെ ഒന്നും ചെയ്യണ്ട. ബാക്കി ഫിറ്റിങ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ അഡീഷണൽ ഒന്നും പൈസ മുടക്കണ്ട, എടുക്കുക ഓടുക. 2013 ആൾട്ടോ K10 LXi, സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. ടയർ പുതിയതാണ്. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഫ്രണ്ട് ടയർ പുതിയത്, ബാക്ക് ടയർ ആവറേജ്. ഇതും AC പവർ സ്റ്റിയറിംഗ് ഇല്ല. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതിൽ പവർ വിൻഡോ ഇല്ല. വണ്ടി കാണാൻ കൊള്ളാം. ഇതിൽ സീറ്റ് കവർ ഇല്ല, ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആക്സിഡൻറ്റ് കേസോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ആവറേജ് ടയേഴ്സ്. എത്ര ചോദ്യം? 185 കൊടുക്കാം. 185. ഒരു 1.5 ലോൺ കിട്ടുന്ന വണ്ടിയാണിത്. അപ്പോൾ 35 രൂപ ഇറക്കാം. 2016 കിഡ് RXT 800 cc ആണ്. 800 cc. അപ്പം മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് 20 മേലിൽ മൈലേജ് കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോൾ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് വരുന്നതാണ്. RXT വരുന്നതാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ എല്ലാം വരുന്നതാണ്. സീറ്റ് കവറില്ല, ഫ്ലോർ മാറ്റൊക്കെ ഉണ്ട്. ആ രീതി വണ്ടി കാണാനൊക്കെ ഓക്കെ. ബാക്ക് ടയറൊക്കെ പുത്തൻ ടയർ തന്നെയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 2.15 കൊടുക്കാം. 2.15. 2 രൂപ ഫൈനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കത്തില്ലയോ? ഇതൊക്കെ നിങ്ങൾ എവിടെ തിരക്കിയാലും അറിയാം, ഈ വിലയ്ക്കൊന്നും അങ്ങനെ കിട്ടത്തില്ല. നമ്മൾ പിന്നെ ഇത് പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2.5 നേരത്തെ വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഇത് 2011 റിഡ്സ് VDI, 1,03,000 കിലോമീറ്റർ. ഇപ്പോൾ ടൈമിംഗ് ചെയിൻ മാറിയിട്ടുണ്ട്. ടയർ മോശമാണ്. ടയറൊക്കെ ആവറേജ് ടയറേ ഉള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഒരു ചെറിയ ഡീസൽ വണ്ടിയാണ്. 20 മേലിൽ മൈലേജ് കിട്ടും. ഡീസൽ വണ്ടി. ശരി, ഒരു ആംറസ്റ്റ് ഒക്കെ ഉണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയർ ബാക്കിലും അതേ കണ്ടീഷൻ, ആവറേജ് ലെവലിലേ ഉള്ളൂ. മുകളിൽ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 1,85,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. എത്ര കിട്ടിയിരുന്നത്? 2 രൂപ നേരത്തെ ഇട്ടിരുന്നു നമ്മൾ.
അപ്പോൾ 25,000 രൂപ വീണ്ടും താത്തിട്ടുണ്ട്. 25 15 2 റേറ്റില്ലേ? 185. 185. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ 75 കേട്ടെ. 2016 ആൾട്ടോ 800 LXi സിംഗിൾ ഓണർ വണ്ടിയാണ്. പുത്തൻ ടയറാണോ? ആ, ബാക്ക് ടയർ ആവറേജ് ആണ്, ഫ്രണ്ട് 2 പുതിയ ടയറാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ ഉണ്ട്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഓർമ്മ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് ടയർ ആവറേജ് ടയർ, ഇച്ചിരി ടച്ച് ആൻഡ് പോളിഷ് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. 2,15,000 രൂപയ്ക്ക് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കാം. പുതിയ ഇൻഷുർ എടുത്ത് കൊടുത്തേക്കാം. ഏകദേശം 2 രൂപ ലോണും കിട്ടും. 2,15 നമ്മൾ ചോദിക്കുന്നു. 2,15,000 പുതിയ ഇൻഷുർ എടുത്ത് ഫുൾ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുത്തേക്കാം. 2013 വാഗണർ VXi സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആവറേജ് ടയർ. എന്ത് ഓടി? 1,00,000 കിലോമീറ്റർ. 1,00,000 ഓടി. ആ, കമ്പനി സർവീസാണ്, വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. നല്ലൊരു സീറ്റ് കവർ കിടപ്പുണ്ട്. ഫോട്ടോ പവർ വിൻഡോ, വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ബാക്ക് ഫാഷൻ നോക്കിയാലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട്. സീറ്റ് കവർ കീറിയൊന്നും ഇരിപ്പില്ല, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയർ ബാക്ക് സൈഡ് നോക്കിയാൽ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 2,75,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 13 VXi. 2021 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ഓടി? 60,000 കിലോമീറ്റർ. സെക്കൻഡ് ടയേഴ്സ് അല്ലേ? സെക്കൻഡ് ടയേഴ്സാണ്. സെക്കൻഡ് ടയേഴ്സാണ്. ഇതിനകത്ത് ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. സീറ്റ് കവറില്ല. ഫ്ലോർ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് നോക്കിയാലും ആവറേജ് ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 6,00,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 6,00,000. നല്ല പ്രൊഫൈലാണെങ്കിൽ 5,500 രൂപ വരെ ഫൈനാൻസ് കയറും കിട്ടും. അപ്പോൾ 50 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. 2012 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ്. ടയർ ഇത് മറ്റേ ടയറാണോ? കട്ട? അല്ല. ഓക്കെ. MRFൻ്റെ ഒറിജിനൽ ടയർ. ഇല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട ടയറാണോ. ഇതും AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. വണ്ടിക്കകം കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. ഫ്ലോർ മാറ്റ് ഉണ്ട്. വേറെ പറയത്തക്ക വലിയ ഇതായിട്ടില്ല. ഒരു ആവറേജ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ടയർ 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 1,00,000 രൂപ 1,10 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 1,10 വരെ ലോൺ. ഓക്കെ. ഇതിൽ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. റീപെയിൻറ്റ് അങ്ങനെ ഇല്ല. ടച്ച് ആൻഡ് പോളിഷ് എന്നുള്ളതല്ലേ? അങ്ങനെയുള്ളൂ. അതേ ഉള്ളൂ. 2017 ബ്രിസ VDI സിംഗിൾ ഓണറാണ്. 1,40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഇപ്പോൾ കമ്പനി കയറ്റി ടൈമിംഗ് ചെയിൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഓക്കെ. വണ്ടിക്ക് അതിൻ്റേതായ വൃത്തി കാണാനുണ്ട്. ഇത് വേരിൻ്റെ ഏതായിട്ട് വരും? VDI. അത് അങ്ങനെയല്ല, ടോപ്പാണോ മിഡിലാണോ? മിഡിൽ. ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അലോയ് വീൽസ് ഉണ്ട്. എത്ര ചോദ്യം? ഇത് 6,75,000 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? പിന്നെ നമുക്ക് എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കാം. ചെറിയ ഓയിൽ ഫിൽറ്റർ എല്ലാം മാറി സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. 2018 ജീപ്പ് കോമ്പസ് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷണൽ. ഡീസലാ പെട്രോളാ? ഡീസൽ. മൈലേജ് എങ്ങനെയാണ് കേട്ടോ? മൈലേജ് 16-17 റേഞ്ച് ഉണ്ട്. ഇത് എങ്ങനെ കിലോമീറ്റർ എത്ര ഓടി? 70,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് വരുന്നത് തന്നെ? നല്ല പോഷ് കേട്ടോ, കാണാനും അമ്മാതിരി വൃത്തിയിലുണ്ട്. നല്ല പോഷ്, ഓടിക്കാനും നല്ല സൂപ്പർ വണ്ടി. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്കകം ആ ലക്ഷറി സ്റ്റൈലിൽ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഇരിപ്പുണ്ടാണ്. വൃത്തിയായിട്ട് സൂക്ഷിച്ച് ആടിയോ വണ്ടിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ. എത്രയായിട്ടാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ്
11,60,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഇറങ്ങിയപ്പോൾ എന്തുണ്ടായിരിക്കും? ഇറങ്ങിയപ്പോൾ 18 ആ റേഞ്ച് വരും. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ്സിൽ ചെറിയ ഒരു സ്ക്രാച്ച് ഉണ്ട്. കമ്പനി ഗ്ലാസ്സാണ് കിടക്കുന്നത്. അത് പ്രത്യേകം കാണിച്ചോ? എവിടെയാണ്? അവിടെ കണ്ട കമ്പനി ഒറിജിനൽ ഗ്ലാസ്സാണ് കിടക്കുന്നത്. കല്ലടിച്ചിട്ട് ചെറിയൊരു പൊട്ടലാണ് അത്. കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ പുതിയ ഗ്ലാസ് നമ്മൾ മാറി കൊടുക്കാം. ഈ തൂക്കി നിന്നുകൊണ്ട് 2001 സെന്ന് LX 27 വരെ പേപ്പറുണ്ട്. 27 വരെ പേപ്പറുണ്ട്. എത്രാമത്തെ ഓണറാ? തേർഡ് ഓണർ. വണ്ടിക്കകം വലിയ കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നുമില്ല. അല്ല, ഇത്രയും പഴയ വണ്ടിയായിട്ട് റീപ്ലേസ് ഒന്നുമില്ല. അല്ല, അങ്ങനെയൊന്നുമില്ല. തേർഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. വണ്ടി വേറെ പാച്ച് വർക്കോ അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ല നീറ്റാണ്. പിന്നെ ഊട്ടയൊന്നുമില്ല കേട്ടോ. ഊട്ടയും ഇല്ല. അങ്ങനെ പാച്ച് വർക്കോ തുരുമ്പോ ഒന്നുമില്ല. അങ്ങനെയൊന്നും കാണുന്നില്ല. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ആ കാലത്തിൻ്റെതായ പഴമയുണ്ട്. ഡോറിലൊക്കെ അതിൻ്റെ ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടിക്കകം ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ബാക്ക് ടയർ കുറച്ചുകൂടി നല്ല ടയറാണ്. 55 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇതാണല്ലേ കാർബറേറ്റർ മാറിയെന്ന് പറഞ്ഞ വണ്ടി അല്ലേ? കാർബറേറ്റർ മാറി, ബാക്കി എല്ലാം ടാങ്ക് എല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് പൈപ്പുകളും എല്ലാം മാറിയിട്ടുണ്ട്. ഫ്രഷ് ആക്കി വെച്ചാൽ വേറെ പണിയൊന്നുമില്ല. എടുക്കുക ഓടുക എന്ന രീതിയിൽ കണ്ടീഷനിൽ കിടക്കുകയാണ്. അതെ. 2009 സാൻഡ്രോ സിങ്. ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. 29 ഡിസംബർ വരെ പേപ്പറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണേ. സിംഗിൾ ഓണറാണ്. സീറ്റ് കവർ ഇല്ല. വണ്ടിക്കകം നോക്കുക. കമ്പനിയിൽ നിന്ന് വന്നണക്കാ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സ്റ്റീരിയോ ഇല്ല. സ്റ്റീരിയോ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് കൊടുക്കും. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട് വണ്ടി. പിന്നെ അതാണ് ഇവിടെ ഇത്തിരി ഒരു ചെറിയ തുരുമ്പിൻ്റെ ഒരു ഇതുണ്ട്. അവിടെ ഒരു പീസ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് വരുന്നത്, അത് ഇളകി പോയതാണ്. ആ രീതിയിലേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിപ്പുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും മെക്കാനിക്കലി നല്ല വണ്ടിയാണ്. വേറെ പണിയോ നോക്കിയാലും. ഇത് ഏത് വർഷമായിരുന്നു? 2009 ഒക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. വെച്ച് കെട്ടൊന്നുമില്ല. ആ രീതിയിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റാണെങ്കിലും ഫ്ലോറാണെങ്കിലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെയും വേറെ തുരുമ്പ് അങ്ങനെയൊന്നും കാണുന്നില്ല. ആദ്യം കാണിച്ച ആ ഒരു ഭാഗത്തുള്ള ഇതേ കണ്ടോളൂ. ഇവിടെയൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും ആ രീതിയിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത് ഇത്രയും വർഷമാണെങ്കിലും ഇതൊക്കെ മാറിയതായിരിക്കും അല്ലേ? ഈ പാഡിൻ്റെ സിംഗിൾ ഓണർ വണ്ടിയാണ്. അല്ല, ഞാൻ ചോദിച്ചു ഈ പാഡിൻ്റെ ഇവിടെ ഒക്കെ മാറിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് നീറ്റായിട്ട് കമ്പനി സീറ്റാണ് കിടക്കുന്ന. ബാക്ക് ടയേഴ്സും ഒക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. എത്ര ചോദ്യം? ഇത് ഫൈനൽ 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസാണ്. 2006 സ്വിഫ്റ്റ് VXI AC പവർ സ്റ്റിയറിങ് 4 ഡോർ പവർ വിൻഡോ. ഫ്രണ്ട് ടയർ മൊട്ടയാണ്. ടയർ മാറി കൊടുക്കാം. വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ. ടയർ മാറി കൊടുക്കാം. 4 ടയർ നല്ല ടയർ ഇട്ട് കൊടുക്കാം. നമുക്ക് റെയിൻ ഗാർഡ് അങ്ങനെ അക്സസറീസ് എല്ലാം കൂടെ ചെയ്ത് കൊടുക്കാം. 5000 രൂപയുടെ അക്സസറീസ് ഇതിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ്. ഫുൾ പവർ വിൻഡോയാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടോപ്പിൽ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വണ്ടി ഓരോ നോക്കിയാലും കാണാനൊക്കെ കൊള്ളാം. വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഫ്ലോറിൽ വേറെ തുരുമ്പ് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഇത് ഏത് വർഷമായിരുന്നു? മറന്നുപോയി. 2006. അത്രയും വർഷമൊക്കെ ആണെങ്കിലും വണ്ടി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മോശമൊന്നുമില്ല. ഹാൻഡിൽ അതൊക്കെ മാറ്റി കൊടുക്കാം. ഇന്നലെ വന്നത് ഇത് മാത്രം എന്താ പോയി. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അത് മാറി കൊടുക്കാം. അതൊക്കെ മാറ്റി കൊടുക്കാം. അതും ടയറും ഇട്ട് ബാക്കി 5000 രൂപയുടെ ഫിറ്റിങ്സും ചെയ്തു. എല്ലാ ടയർസും മാറ്റി കൊടുക്കും. 4 ടയർ മാറി കൊടുക്കും. ഓക്കെ. എത്ര ചോദിക്കുന്നത്? എത്രയാണ് ഇതെല്ലാം ചെയ്ത് 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഡീസലാ പെട്രോൾ? പെട്രോൾ. 2007 മാരുതി 800 AC വണ്ടി, സെക്കൻഡ് ഓണർ. ടയർ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ലാത്ത ടയർസാണ് കിടക്കുന്നത്. ബാക്കിൽ നോക്കിയാലും അത്യാവശ്യത്തിന് ടയർ കിടപ്പുണ്ട്. ഇത് ഓണർഷിപ്പ് എത്ര ഏട്ടാ? സെക്കൻഡ് ഓണർ. AC ഉണ്ടോ? വർക്ക് ചെയ്യും. കൊള്ളാം. ഇഞ്ചക്ടറാണ്. ഓക്കെ. ഫ്ലോർ നോക്കിയാലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല.
ഇത്രയും വർഷം ആയതുകൊണ്ട് ഇത് ഉണ്ടാവുമല്ലോ, തുരുമ്പ് കാണുമോ? ഇല്ല ഇല്ല, ഉറപ്പാണോ? പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ റീപ്ലേസ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് 2011 ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. അല്ല വേറെ മേജർ ആക്സിഡന്റ് ആക്കി മാറിയൊന്നുമല്ല. അതൊക്കെ ഇത്രയും കാലപ്പഴക്കമില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇത്രയും പഴക്കമായിട്ടും ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, ചെറിയ ചെറിയ ഇതൊക്കെ വരും ഇത്രയും പഴക്കമുള്ള വണ്ടിയാകുമ്പോൾ. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത്രയും പഴക്കമുള്ള വണ്ടി ലാസ്റ്റ് ഒരു 65 രൂപയ്ക്ക് കൊടുക്കാം. അതിൽ നിന്ന് കുറയോ? അതിൽ കുറയ്ക്കാൻ ഇല്ല. ഫ്രണ്ട് 2 ആക്സിൽ ഇപ്പം പുതിയ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മൊത്തം എന്തുവാ ഇയർ എൻഡിങ് സെയിലാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ 2 ആക്സിൽ മാറുമ്പോൾ എത്ര ആവും എന്നുള്ളത് നോക്ക്. 2 ആക്സിലും മാറിയിട്ടുണ്ട്. 2007 സാൻഡ്രോ സിങ്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഇത് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഇതെന്ത് ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. ഈ ഉണ്ടായുടെ വണ്ടികളുടെ മെയിനായിട്ട് സാൻഡ്രോ എന്ന് പറയുന്ന വണ്ടിയുടെ ഈ സ്റ്റിയറിംഗ് പെട്ടെന്ന് അങ്ങ് അലക്കൂലി, ഒരുമാതിരി ചൊറി പിടിച്ച പോലെ ആവും, പെട്ടെന്ന് ഇതാവും. ഇതിന് മ്യൂസിക് പ്ലെയറൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. അതേപോലെ ഇത് കളർ ഫെയ്ഡ് വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല. ഒറിജിനൽ ഈ കളർ തന്നെയല്ലേ? പക്ഷെ ഇതൊരു പെർഫെക്റ്റ് റെഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വൈൻ റെഡ് ആണ്. അതാ ഞാൻ ചോദിച്ചത്. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, സീറ്റ് കവർ ഇറിയിട്ടൊന്നുമില്ല, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 78 രൂപയ്ക്ക് കൊടുക്കാം. 78. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ്. 2028 വരെ പേപ്പറുണ്ട്. റീപ്ലേസ്? ഇല്ല. ഒന്നുമില്ല. ഓക്കെ, വണ്ടി ഓവറോൾ ഇങ്ങനെ കാണാൻ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോറൊക്കെ ആണെങ്കിലും വെറും പഴം പോലത്തെ ഡോറൊന്നുമല്ല, അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 2006 വാഗണർ LXi, AC പവർ സ്റ്റിയറിംഗ്, 2026 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ. എന്ത് പറ്റി? വെയ്യേ ക്ഷീണിച്ച പോലെ സംസാരിക്കുന്നത്? ഇല്ല, മഴയൊക്കെ അല്ലേ. മഴ തുടങ്ങിയില്ലല്ലോ, അതിന് മുമ്പേ വെയ്യേ. നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വണ്ടിക്കകത്ത് കൊള്ളാം. സീറ്റ് കവർ മാത്രം തന്നെ ഇവിടെ ഒരു ഇത്തിരി സീറ്റ് എന്തോ ഒരു ചെറിയ പാകപ്പഴയുണ്ട്. അല്ലാത്ത പക്ഷം കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടിക്കകമൊക്കെ കാണാൻ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. തുരുമ്പ് അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ സൈഡ് നോക്കിയാലും അങ്ങനെയൊന്നും തുരുമ്പൊന്നും കാണുന്നില്ല. ഇത് പവർ വിൻഡോസ് ഇല്ല അല്ലേ? പവർ വിൻഡോ ഇല്ല. AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ, വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുമ്പോഴും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് 88 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 88 രൂപ. 2006 മോഡല്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. 2012 സാൻഡ്രോ സിങ്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. 80,000 കിലോമീറ്റർ. ജെനുവൻ കിലോമീറ്റർ ആണോ? ടയേഴ്സ് ആവറേജ് ടയേഴ്സ് ഉണ്ട്. റീപെയിൻറ്റ് വല്ലതും വന്നിട്ടുണ്ടാണ്? ഇല്ല. ബാക്ക് ടയറും ആവറേജ് ടയേഴ്സാണ്. ഇതിലൊരു മ്യൂസിക് പ്ലെയറൊക്കെ ഉണ്ട്. വണ്ടി കാണാൻ അത്യാവശ്യം മെനയുള്ളൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ പക്ഷേ സ്റ്റിയറിംഗ് ഭാഗമൊന്നും വൃത്തിയിടൊന്നുമായിട്ടില്ല, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? 135 കൊടുക്കാം. 135 ലാസ്റ്റ് പ്രൈസ് ആണോ? അതിൽ പേര് മാറി കൊടുക്കാം, വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ല. ഇത്രയും പഴയ വണ്ടിയാണെങ്കിലും ഈ വണ്ടിയിൽ ഇവിടെ ഒന്നും അങ്ങനെയുള്ള ടച്ച് ആൻഡ് പോളിഷ് വേറെ പരിപാടികളൊന്നും അതിനില്ല. അടി ഭാഗമൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക, കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ബാക്കിയുള്ള സൈഡ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി കിട്ടും. 2007 ആൾട്ടോ LXi, AC പവർ സ്റ്റിയറിംഗ്, 2027 വരെ പേപ്പറുണ്ട്. 27 വരെ ഉണ്ട്. ടയർ ആവറേജ് ടയർ കിടപ്പുണ്ട്. ഇതും AC-യും LXi, AC പവർ സ്റ്റിയറിംഗ്, ഇത് രണ്ടേ ഉള്ളൂ. വണ്ടിക്കകം നോക്കിയാലും വൃത്തിയൊക്കെ ഉണ്ട്. സീറ്റ് കവർ ചുളുങ്ങിയിരിക്കുന്നത് വേണം, ഇളകി കളയാവുന്ന കാര്യമുള്ളൂ. വേറെ കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല. ഫോർമാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതോ ഒരു ഡോറിൻ്റെ ഗ്ലാസ് അങ്ങനെ മാറിയിട്ടുണ്ട്. ഇടിച്ചതാ? അല്ലാതെ അങ്ങനെ ഡോറ് മാറിയിട്ടില്ല. ഡോർ ഗ്ലാസ് മാത്രം.
ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമുക്ക് 95 രൂപയ്ക്ക് കൊടുക്കാം. 95,000 രൂപ. വണ്ടി പൊടിയുണ്ട് കേട്ടോ, ഈ മഴയും കൂടി പെയ്തതുകൊണ്ട്. പൊടിയായിട്ട് റോഡ് സൈഡല്ലേ, പൊടി അടിച്ചാൽ ഇപ്പം മഴയും കൂടെ പൊടിഞ്ഞപ്പം 2011 ഫോർഡ് ഫിഗോ TDCi ഡീസലാണ്. എത്ര ഓടി? 1.14. ടൈമിങ് ചെയിനൊക്കെയോ മാറിയിട്ടുണ്ട്. 1 ലക്ഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ ടൈമിങ് ചെയിൻ മാറുന്നതാണോ അതോ ഇത് മാറി വന്നതാണോ? കസ്റ്റമർ മാറിയതാണ്. ഓക്കെ, വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. മാനുവലാണ്, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ലാസ്റ്റ് 1.15 കൊടുക്കാം. 1,15,000 രൂപയ്ക്ക്. 1,15,000. ഇത് ഇനി ഈ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ചെയ്യണ്ട. ഈ ടയേഴ്സ് മുട്ട ഉണ്ട്, മാറി കൊടുക്കുമോ? 2 ടയർ മാറി കൊടുക്കാം. 2006 ലാസ്റ്റ് ഫോർഡ് ഫിയസ്റ്റ പെട്രോളാണ്. മൈലേജ് എന്ത് കിട്ടും? മൈലേജ് 12-13 ആ റേഞ്ച്. സൺറൂഫൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുമോ അതൊക്കെ? എല്ലാം വർക്കിംഗ് ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 1,10,000. ഡ്രൈവർ സൈഡ് ഭാഗങ്ങൾ സീറ്റ് ശകലം കീറിയ ഉണ്ട്. നല്ലൊരു അലോയ് വീൽസും ആവറേജ് ടയർ കണ്ടീഷനും പണിഞ്ഞിട്ടേക്കുന്ന വണ്ടിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. അതേപോലെ റീപെയിൻറ്റ് വലുതായിട്ട് കയറിയിട്ടില്ല അല്ലേ? ചെറിയ ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെയൊക്കെ ഉള്ളൂ. വണ്ടി കാണാൻ ഒരു വൃത്തിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇതാണ് ചെയ്തേക്കുന്നത്. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യുമല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 10,000. 2007 ഇന്നോവ G4 ഒറിജിനൽ കേരള വണ്ടി, ഫാൻസി നമ്പർ. ടയറൊക്കെ പുതിയതാണ്. പുതിയ ടയർ മാറിയിട്ടേക്കാണ്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുക. ഇത് എന്താ ഓടിയിട്ടുണ്ട്? ഇത് 1,85,000 കിലോമീറ്റർ. 1,85,000. ഇന്നോവ എന്നല്ല, ടൊയോട്ട വണ്ടി ആകുമ്പോൾ അതൊരു വലിയ ഓട്ടോ അല്ലല്ലോ. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടോപ്പൊക്കെ നോക്കിയാലും ഒക്കെ മനോഹരമായിട്ടിരിക്കുക. അതൊന്നും അഴുക്ക് അങ്ങനൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 3,65,000 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? അത് ഈ ബാർഗനിങ് ഇല്ല? 4 ലക്ഷം ചോദിച്ചോണ്ട് തന്നാണ്. തരുന്നില്ല, അതുകൊണ്ടല്ല, സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടി. സ്റ്റോക്ക് തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, വണ്ടി കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2012 ഡിസംബർ BMW 320D ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 1,13,000 കിലോമീറ്റർ. മെക്കാനിക്കൽ സൈഡൊക്കെ എങ്ങനെയാണ്? മെക്കാനിക്കൽ സൈഡൊക്കെ എങ്ങനെയാണ്? മേജർ സർവീസ് 1,00,000 ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പൈനിയറിന്റെ ഒരു അതെല്ലാം അഡീഷണൽ ചെയ്തേക്കാം. എനിക്ക് തോന്നി ഈ വണ്ടി ഹെഡ് റെസ്റ്റിന്റെ ബാക്കിലുള്ളത് എല്ലാം അഡീഷണൽ ചെയ്തതാണ്. നല്ല നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് മൈലേജ് എന്തോ കിട്ടും? 16 മൈലേജ് കിട്ടുന്നുണ്ട്. ഡീസൽ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്. ബാക്ക് സൈഡൊക്കെ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. അതേപോലെ നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. BMW അതൊക്കെ എടുത്ത് പറയുന്നത് നാണക്കേടാണ്. എന്നിരുന്നാൽ പോലും ഇനി പറഞ്ഞില്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. എത്ര ചോദിക്കുന്നത്? 8.25 ലക്ഷം. 10.25. 8.25. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. 2009 സൈലോ E8 ഡീസല്. ഡീസല്. എന്ത് ഓടിയിട്ടുണ്ട്? 1.38 കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ കിലോമീറ്റർ. നല്ലൊരു എഞ്ചിനൊക്കെ പക്ക. നല്ല അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. പുതിയ ടയറല്ലേ? വണ്ടിക്കകം നോക്കിയാൽ 2030 വരെ പേപ്പറുണ്ട്. ഭീമം വണ്ടി പോലെ ഭയങ്കര ലുക്കാണ്, ഭീകര ലുക്ക്. വണ്ടിക്കകം കൊള്ളാം, അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് പോകുന്നത്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് LCD തന്നെയല്ലേ? വർക്കിംഗ് ആണോ അറിഞ്ഞൂടാ.
ബാക്ക് സൈഡ് നോക്കിയാലും അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. ടോപ്പൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിക്കുകയാണ്, അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സീറ്റ് ഹോസ് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മാനുവൽ അല്ലേ ഇത്? മാനുവൽ. ഇതിൽ എങ്ങനെയാണ് ഈ എയർ ബാഗ് സെറ്റപ്പൊക്കെ എങ്ങനെയാണ്? എത്ര എണ്ണം കാണും ഇതിൽ? എയർ ബാഗ് ഇല്ല, അന്ന് എയർ ബാഗ് ഇല്ല. എയർ ബാഗ് ഇല്ലാത്ത മോഡലാണോ? ഇല്ല ഇല്ല. സ്റ്റാർട്ടിങ് 2009 ആണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 1,90,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 1,90,000. അതിലെന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വരുമോ? ചെറിയ തോതിലെങ്കിലും നമുക്ക് നോക്കാം, എന്തെങ്കിലും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാം. 2030 വരെ പേപ്പറായി. അല്ല, ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. 2014 വാഗണർ LXi സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. വണ്ടി മൊത്തത്തിൽ കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും വലുതായിട്ട് കയറിയായിട്ട് തോന്നുന്നില്ല. ഐ മീൻ ഫേഡ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. വണ്ടി ആ രീതിയിൽ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ റീപെയിൻറ്റ് കയറിയിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തായിട്ട്. ഫെയ്ഡ് ആയതാണ്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഫെയ്ഡായ ഭാഗമാണത്, ഞാൻ കണ്ടുപിടിച്ചതാണ്. 2 ഡോർ പവർ വിൻഡാണ്. പിന്നെ AC പവർ സ്റ്റിയറിങ്, പിന്നെ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോറൊക്കെ വൃത്തിയായിട്ടിരിക്കുകയാണ്. സീറ്റ് കവേഴ്സൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ, ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ നല്ല 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 3. അതിലെന്തെങ്കിലും കുറയുമോ? ഒന്നും കുറയ്ക്കാനില്ല, കാരണം സീറ്റ് കവർ ബാക്കിയെല്ലാം ഉണ്ട്. അതിൽ പെയിൻറ്റ് ഫെയ്ഡായതും ക്ലിയർ ചെയ്ത് കൊടുക്കാം. 2009 സ്വിഫ്റ്റ് ഡിസയർ VXi 2029 വരെ പേപ്പറുണ്ട്. അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്, ആവറേജ് ലെവൽ ടയർ കിടപ്പുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വണ്ടിക്ക് ആകെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ ഇതിൽ CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്താൽ അപ്പോൾ എടുക്കുന്നവർക്ക് ഓട്ടം ഉണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുക. ബാക്ക് ടയറും ഒക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ബ്ലാക്ക് കളർ. എത്ര ചോദിക്കുന്നത്? ഇത് 220 ലാസ്റ്റ് കൊടുക്കാം. CNG ചെയ്ത് തന്നെ 55 രൂപ അടുപ്പിച്ചായി. ഇവിടെ ചെയ്തതാണോ? അല്ല, കസ്റ്റമർ ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളും മാന്യമായ വിലയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10,000, 15,000, 20,000 രൂപയൊക്കെ താത്തിട്ട് അത്യാവശ്യം നല്ല ലോ പ്രൈസിലാണ് വണ്ടികൾ ഇന്ന് പറഞ്ഞേക്കുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വില പറയുക, എങ്ങനെയുണ്ട്, മാന്യമായ വിലയായിരുന്നു എന്നൊക്കെയുള്ള നിങ്ങൾ പറയുക. പിന്നെ ഇതുവരെ പറഞ്ഞിട്ടുള്ള വണ്ടികളുടെ റേറ്റ് വെച്ചിട്ട് ചേട്ടൻ പറയുന്നത് കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അപ്പോൾ നിങ്ങൾ ഇനി കണ്ടിട്ട് പറ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച നല്ലൊരു വീഡിയോ ആയിരിക്കും. വില കുറഞ്ഞതും കൂടിയതും പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉതകിയ ഒരു വീഡിയോ ആണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ